സ്കൂൾസ് അഥവാ പള്ളിക്കൂടം. നമ്മളെല്ലാവരും ഒരു തെറ്റും ചെയ്യാതെ പോകുന്നത്. സ്കൂളും ജയിലും തമ്മിൽ എന്താണ് വ്യത്യാസം ചോദിച്ചാൽ ആക്ച്വലി ഒരു വ്യത്യാസമില്ല. ജയിലിൽ യൂണിഫോം ഇടണം, ഇവിടെ യൂണിഫോം ഇടണം. ജയിലിൽ നമ്പർ ബേസ്ഡ് സിസ്റ്റം ആയിരിക്കും, ഇവിടെ നമ്പർ ബേസ്ഡ് സിസ്റ്റം ആയിരിക്കും. ഫുഡ് കഴിക്കാൻ ടോയ്ലറ്റ് പോലെ എന്തിന് വെള്ളം കുടിക്കലടക്കം അവർ പറയുന്ന സമയത്തായിരിക്കണം. പിന്നെ ഫ്രീഡം എന്നുള്ള ഒരു വാക്ക് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊന്നക്കടി. ഈ ലോകത്ത് അപ്ഡേറ്റ് ആവാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. 10 കൊല്ലം മുമ്പ് നമ്മുടെ മൊബൈൽ ഫോൺ ഇങ്ങനെയായിരുന്നു, ഇപ്പോ ഇങ്ങനെയാണ്. 10 കൊല്ലം മുമ്പ് കാർ ഇങ്ങനെയായിരുന്നു, ഇപ്പൊ ഇങ്ങനെയാണ്. 10 കൊല്ലം മുമ്പ് കമ്പ്യൂട്ടർ ഇങ്ങനെയായിരുന്നു, ഇപ്പൊ ഇങ്ങനെയാണ്. പക്ഷെ നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് അപ്പോഴിങ്ങനെയാണ്, ഇപ്പോഴിങ്ങനെയാണ്, ഇനി എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും. സ്കൂളിലാണ് നമ്മളെ പോലെ ഒരു ഉപകാരം ഇല്ലാത്ത ജീവികളെ നമ്മൾ കാണുന്നത്. അവർക്ക് നമ്മുടെ അച്ഛന്റെ പേര് വെച്ച് കളിയാക്കി ഗേൾസിന് മുമ്പിൽ ചേഞ്ച് ചെയ്യില്ലാണ്ട് വേറെ ഒരു തേങ്ങ അറിയും. അവരായിരിക്കും ചുക്കാമണി കൊണ്ട് പീങ്ങി മാത്രമല്ല വേറെ കുറെ യൂസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നത്. അവർ നമ്മളെ സ്നേഹത്തോടെ /ഫ്രണ്ട്സ് എന്ന് വിളിക്കും. ഈ ഫ്രണ്ട്സാണ് നമ്മുടെ ജീവിതത്തിലെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കുന്ന ആളുകൾ. ഇവർ ഈ ലോകത്ത് 3 നിറങ്ങളിൽ അവൈലബിൾ ആയിരിക്കും. ഒന്നാമത്തേത് കൂൾ ഗായ്. ഇവർ മെയിൻലി അമ്മയുടെ അച്ഛനെയും പൈസ വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ ഷോ ഇറക്കും. ഇവർ എന്ത് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ. ആൻഡ് ഇവർക്ക് എക്സാംസിനെ കുറിച്ച് ഒരു പേടിയും ഉണ്ടാവില്ല. നാളത്തെ എക്സാമിന്റെ ടെൻഷൻ കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. 2 വർഷം റിവിഷൻ ചെയ്തിട്ടും ടെൻഷൻ മാറുന്നില്ല. നീ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാ? നാളെ എക്സാം ആണോ? ഏതാ സബ്ജക്റ്റ്? ബേസിക്കലി ദേ ആർ പ്രിവിലേജ്ഡ് ഫാമിലി. അതുകൊണ്ട് അവർക്ക് ഒന്നും നോക്കേണ്ട ആവശ്യം. പക്ഷെ പഠിക്കാൻ വേണ്ടി ജനിച്ച വേറെ കുറച്ച് പേരുണ്ട്. അതെ, പുസ്തകത്തെ പ്രണയിച്ച കുറച്ച് പേര്. ഇവർക്ക് ക്ലാസ് റൂമിൽ ആകെ റിലേഷൻഷിപ്പ് ഉള്ളത് ആ ബുക്കിനോട്, ആ ടീച്ചറിനോട്, പിന്നെ ബാക്കി പഠിപ്പുകളോടും. പഠിക്കാത്ത ബാക്ക് ബെഞ്ചേഴ്സിനൊക്കെ ഇവർ ഏരിയനെ പോലെ ആയിരിക്കും കാണാം. ഇവർക്ക് ടീച്ചേഴ്സിനെ സോഷ്യലൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സഡൻലി മലയാളം മീഡിയത്തിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിൽ ഡസ്റ്റർ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു ടോപ്പർ എണീച്ചെന്ന് പറയും, Teacher, I think you are came into your wrong class. This is English medium class and this class doesn't have your subject. I am here arrived to cope. അതിനെന്താ പറയാ, ഡൗൺലോഡ് ദ ഡസ്റ്റർ ഫ്രം യുവർ ക്ലാസ് ആൻഡ് അപ്ലോഡ് ഇൻ ടു മൈ ക്ലാസ്. ഓൺലി ഗവൺമെന്റ് സ്കൂൾസ് ക്യാൻ റിലേറ്റ് ദിസ്. ആൻഡ് നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ദി ആവറേജ് സ്റ്റുഡന്റ്. ബേസിക്കലി ഞാൻ 10ാം ക്ലാസ് വരെ ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. ആക്ച്വലി ബിലോ ആവറേജ് സ്റ്റുഡന്റ്. ഞങ്ങളെ പോലെയുള്ള ആളുകളാണ് ആക്ച്വലി ക്ലാസ്സിലെ ഏറ്റവും മൊണ്ണകൾ. എന്റെ ക്ലാസ്സിൽ എന്തൊക്കെ നടക്കണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ ക്ലാസ്സിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നില്ല. എന്റെ ക്ലാസ്സിൽ എത്ര പേർക്ക് എന്നെ അറിയാമെന്നും കൂടി എനിക്കറിയില്ല. ഫുൾ ടൈം ഞാൻ എന്റെ ഇമാജിനറി ലോകത്ത് ബിസി ആയിരിക്കും. ബംഗാളിൽ നിന്ന് ഒരു കൊടൂരമായ ഡ്രഗ് മാഫിയ എന്റെ സ്കൂളിനെ ഹൈജാക്ക് ചെയ്തു. എന്റെ ക്ലാസ്സിലുള്ള എല്ലാ ഗേൾസിനെയും അവർ ഹോസ്റ്റേജായി വെച്ചു. അവരെ രക്ഷിക്കാൻ ആരുമില്ല, എന്നെ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ എന്റെ ശരിക്കത്തെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നത്. എന്റെ ശരിക്കുള്ള പേര് ഡോളക്സ്. എനിക്ക് എല്ലാ മാർഷൽ ആർട്സും അറിയാം. ഞാൻ അവിടെ വന്ന് ഓരോ ഗുണ്ടകളെ അടിച്ചുരുട്ടാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ എൻ്റെ ഷർട്ട് കീറി എൻ്റെ 8 pack ആപ്സ് ശാന്തമ്മ കണ്ടു. അത് കഴിഞ്ഞ് ശാന്തമ്മയ്ക്ക് എന്നോട് ക്രഷ് അടിച്ചു. എന്നിട്ട് അവൾ അപ്പോൾ തന്നെ എന്നെ പ്രപ്പോസ് ചെയ്തു. പിന്നീട് ഞാനും ശാന്തമ്മയും കൂടി ഒളിച്ചോട് ജമ്മു ആൻഡ് കാശ്മീരിൽ പോയി സമാധാനമായി ജീവിക്കാൻ തീരുമാനിച്ചു. ദി എൻഡ്. ഈ ലോകത്തിലെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾ കുറച്ച് പേര് പറയും ചുക്കാമണി സിപ്പ് കൂടുന്നതാണെന്ന്, കുറച്ച് പേര് പറയും പാരന്റ്സ് മീറ്റിംഗ് ആണെന്ന്, വേറെ കുറച്ച് പേര് പറയും PT ടീച്ചറിന്റെ ക്ലാസ്സിൽ വന്നിട്ട് മാത്സ് ടീച്ചർ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണെന്ന്. പക്ഷെ ഇതൊന്നും ഒന്നുമല്ല. വീടിന്റെ ആധാരം പണയം വെച്ച് ഹോം ലോൺ എടുത്ത് വേറൊരു വീട് കെട്ടി എന്നിട്ട് ആ ഹോം ലോൺ അടയ്ക്കാൻ പറ്റാണ്ട് ആ വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം. ഇതെന്തിനാ അവിടെ പറഞ്ഞെന്ന് എനിക്കറിയില്ല, പറയണമെന്ന് തോന്നി പറഞ്ഞു, അത്രേ ഉള്ളൂ. സ്കൂൾ ജീവിതത്തിലെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ തന്ന ചുണ്ണിക്ക് പെണ്ണ് സെറ്റ് ആവുന്നത്. അവൻ നമ്മുടെ ക്ലാസ്സിലെ ഭൂലോകമായിരിക്കും. ആ മോടെ എല്ലാ ക്ലാസ്സിലും അവൻ ഓരോരോ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവും. ഇതൊക്കെ അറിഞ്ഞിട്ടും ഗേൾസ് അവനെ തന്നെ ചൂസ്. ഗേൾസിന്റെ അൽഗോരിതം എന്തുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയാം. പിറ്റേ ദിവസം മുതൽ നമ്മൾ രാവിലെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ക്ലാസ് റൂമിന്റെ ഓരോ മൂലയിൽ ഓരോ കപ്പസുണ്ടായിട്ട് ചോറി വരും പണ്ടാരം. ഇവർക്ക് വല്ല ലൈബ്രറി പോയി ഉണ്ടായിക്കോട്ടെ. ഇവരുടെ ക്ലാസ് റൂമിൽ അങ്ങനെ വെറുപ്പിക്കണേ. സോറി ഗൈസ്, ഇത് കുറച്ച് പേഴ്സണൽ ആയി പോയി. കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരനെ പെണ്ണ് സെറ്റ് ആവുന്ന പറയുന്നതാണ് ഈ ലോകത്തിൽ ഏറ്റവും അനോയിങ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത പോലെ കാണിക്കണം. നമുക്ക് ഒരിക്കലും അതിന് കൂട്ടു നിൽക്കാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ താല്പര്യമുള്ള പോലെ കാണിക്കണം. അവർക്ക് ഒരുമിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ ബെഞ്ച് മാറിയിരിക്കണം, അവർക്ക് ഒരുമിച്ച് പോകാൻ വേണ്ടി നമ്മൾ മാറി നടക്കണം. നമുക്ക് ഒരിക്കലും ഇത് ഇഷ്ടപ്പെടില്ല, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്ത പോലെ കാണിക്കാനും പറ്റില്ല അവരുടെ മുന്നിൽ. ദിസ് ഇസ് ദ വേർസ്റ്റ് അനോയിങ് തിങ് ഇൻ ദിസ് പ്ലാനറ്റ്. PT എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹോപ്പ്. ക്ലാസ്സിലുള്ള ഓരോ കുട്ടികൾക്ക് അത് വെറും ഹോപ്പ് മാത്രമാണ്. അതാരും അനുഭവിച്ചിട്ടുമില്ല, അത് എന്താണെന്ന് അറിയുമില്ല. PT ടീച്ചർ ബാക്കിയുള്ള എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് വരും, പക്ഷെ PT ഉള്ള ആ ഒരു ദിവസം മാത്രം ലീവായിരിക്കും. അതുകൊണ്ട് PT പീരീഡ് ഏതെങ്കിലും ഒരു കുറച്ച മാത്സ് ടീച്ചർ വന്ന് പോഷൻ കംപ്ലീറ്റ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി PT is a myth and PT teacher is a ghost. ഓരോ പ്രാവശ്യം PT പീരീഡ് PT ടീച്ചറിനെ ഏലിയൻസ് പിടിച്ചുകൊണ്ട് പോകും. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറും ഏലിയൻസ് തമ്മിൽ ഇതുപോലെ പല കൊളാബറേഷൻസും ഉണ്ട്. PT കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് ഡസ്റ്ററാണ്. ഡസ്റ്റർ ടീച്ചർമാർക്ക് മാത്രമാണ്. ഞങ്ങൾക്കത് ക്രിക്കറ്റ് ബോളാണ്, ഞങ്ങൾക്കത് ബാസ്കറ്റ് ബോളാണ്, ഞങ്ങൾക്കത് ഫുട്ബോളാണ്. ഇങ്ങനെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഈ ഡസ്റ്റർ. ഞാനതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഗേൾസിനെ എറിഞ്ഞ് ഓട്ടിക്കാനാണ്.
ജീവിതത്തിൽ 2 പ്രാവശ്യമായിരിക്കും നമ്മൾ പ്രിൻസിപ്പളിനെ കാണുന്നത്. ഒന്ന് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ, പിന്നെ രണ്ടാമത് ആനുവൽ ഡേക്ക്. ഒരു സാധാരണ മനുഷ്യന് പൈസയ്ക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ബാങ്കിൽ ലോൺ എടുക്കുക, അല്ലെങ്കിൽ ആന്റിൽ നിന്നും കടം വാങ്ങും. പക്ഷെ പ്രിൻസിപ്പളിന് പൈസയ്ക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ അപ്പോൾ ഒരു ആനുവൽ ഡേ പ്രഖ്യാപിക്കും. ആനുവൽ ഡേനെക്കായി വലിയൊരു തട്ടിപ്പ് സ്കൂളിലില്ല. ഞങ്ങളുടെ തന്നെ പൈസ വാങ്ങി ഞങ്ങൾ കളിക്കുന്ന ഡാൻസ് ഞങ്ങളെ തന്നെ കാണിക്കും. അതും പോരാണ്ട് ഞങ്ങൾ കളിക്കുന്ന ഡാൻസ് റെക്കോർഡ് ചെയ്ത് CD ആക്കി ഞങ്ങളുടെ തന്നെ 50 രൂപയ്ക്ക് വിൽക്കുകയും ചെയ്യും. എക്സാംസ് ഈ ലോകത്ത് ആർക്ക് ഇഷ്ടമല്ലാത്ത ഒരേ ഒരു കാര്യം. നമ്മുടെ ക്ലാസ്സിൽ സന്തോഷത്തോടും സമാധാനത്തോടും മെൻഫൈറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ടീച്ചർ എക്സാം ടൈം ടേബിൾ കൊണ്ടുവരുന്നത്. അതോടെ നമ്മുടെ സ്കൂളിന്റെ സ്കാരിയസ്റ്റ് ഡേയ്സ് തുടങ്ങുകയാണ്. അന്ന് മുതൽ നമ്മുടെ വീടൊക്കെ ബീഹാർ ജയിലായിരിക്കും. ഫോൺ ഉണ്ടാവില്ല, TV ഉണ്ടാവില്ല, എല്ലാ അലമാരയിൽ വെച്ച് പൂട്ടി വെച്ചിട്ടുണ്ടാകും. നമ്മുടെ അച്ഛനമ്മയും അന്ന് മുതൽ നമ്മുടെ അച്ഛനമ്മയും ആയിരിക്കത്തില്ല, നമ്മളെ റോട്ടിൽ നിന്ന് അവിടെ നിന്ന് കളഞ്ഞു കിട്ടിയ പോലെ ആയിരിക്കും അവർ ട്രീറ്റ് ചെയ്യുക. ആൻഡ് ഈ സമയങ്ങളിൽ സമയം എന്ന് പറയുന്നത് വളരെ വളരെ മെല്ലെ ആയിരിക്കും. 1 മണിക്കൂർ എന്ന് പറയുന്നത് 1 ദിവസം പോലെ തോന്നും, 1 ദിവസം എന്ന് പറയുന്നത് 1 ആഴ്ച പോലെ തോന്നും, 1 ആഴ്ച എന്ന് പറയുന്നത് 1 വർഷം പോലെ തോന്നും. ആൻഡ് ഈ ഓരോ ആഴ്ചയും നമ്മൾ എന്താ പഠിക്കണമെന്ന് ചിന്തിച്ച് തന്നെ സമയം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ അതുവരെ ഇല്ലാത്ത ദൈവഭക്തി നമ്മുടെ ഉള്ളിൽ എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കുറെ 5 രൂപ തൊട്ട് പെറുക്കിയിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് നാമം ജപിച്ച് ടെൻഷൻ അടിച്ച് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്ത് അവസാനം ഒന്നും കിട്ടാണ്ടായപ്പോൾ നമ്മൾ ബിറ്റ് വെക്കാൻ തീരുമാനിക്കും. ഇപ്പോൾ നമ്മൾ കൂട്ടുകാരനോട് വിളിക്കും. രക്ഷകനെ പോലെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് എന്തൊക്കെ ബിറ്റ് വെക്കണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കറക്റ്റായിട്ട് ബിറ്റ് വെച്ച് എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റായി എക്സാം ഹാളിൽ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൽ കുറച്ച് പേര് ഗജനി ആയിരിക്കും, കുറച്ച് പേര് ഹൈപ്പർ ആക്റ്റീവ് നിഞ്ച ആയിരിക്കും, കുറച്ച് പേര് വികലാംഗരായിരിക്കും. നിഞ്ച ഹട്ടറി സീക്രറ്റ്ലി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ നിഞ്ച ടെക്നിക്സും നമ്മൾ അന്ന് എക്സാം ഹാളിൽ ഉപയോഗിക്കും. എക്സാം ഹാളിലെ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു സൈലന്റ് മിഷൻ ആയിരിക്കും നടക്കുക. അവിടെ ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് നിഞ്ച ടെക്നിക്ക് ടീച്ചർ കണ്ടുപിടിക്കും. പിന്നെ അവിടെ നടക്കുക ഇവരുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഭൂലോക കോമഡി ആയിരിക്കും. പൈത്തഗോറസ് തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ട്രിഗണോമെട്രി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, മെട്രിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ജോമെട്രി ബോക്സ് എടുത്ത് നോക്കിയതിന് അതിലുള്ള പകുതി കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ സാധനത്തിന്റെ പേര് ഡിവൈഡർ എന്നാണ്. ഈ സാധനം യൂസ് ചെയ്തിട്ടുള്ള കോട്ടരിമീനെ കൊല്ലാൻ, ഈച്ചനെ ഓപ്പറേഷൻ ചെയ്യാൻ, പിന്നെ എണീക്കുമ്പോൾ കൂട്ടന്റെ ചന്തിന്റെ അടിയിൽ വെക്കാനാണ്. പിന്നെ ഈ സാധനത്തിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ സാധനം യൂസ് ചെയ്തിട്ടുള്ള ഡെസ്കിന്റെ അടിയിൽ വെച്ച് ആംഗ്രി ബേർഡ്സ് കളിക്കാനാണ്. പിന്നെ ഒരു പ്രാവശ്യം ഒരു പെണ്ണിന്റെ വായിലൂടെ കയറ്റി നാക്കിന്റെ അളവെടുക്കാനും യൂസ് ചെയ്തു. 8ാം ക്ലാസ് വരെ മാത്സ് ഒരുവിധം ഓക്കെ ആയിരുന്നു എനിക്ക്. ബട്ട് 8ാം ക്ലാസ് മുതൽ മാത്സിന് പ്യൂബേർട്ട് തട്ടിയിട്ട് മാത്സിന്റെ എക്സിനെ കണ്ടുപിടിക്കാം. ഇവിടെ എന്റെ എക്സിനെ കണ്ടുപിടിക്കാനും എനിക്ക് പറ്റുന്നില്ല. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും എക്സിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാണാനായ 3 മക്കളെ കണ്ടുപിടിക്കാനിരിക്കും. സൈൻ കോസ് ടൈം. ലാംഗ്വേജ് എക്സാം ആണ് ഇതിനേക്കാളും കോമഡി. രാമുവിന്റെ അച്ഛൻ പട്ടാളത്തിൽ നിന്ന് വെടികൊണ്ട് മരിച്ചു. രാമുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പൂന്തോട്ടത്തിലെ സവിശേഷതകളെ ഉൾപ്പെടുത്തി രാമുവിന് ഒരു കത്ത് എഴുതുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാമു അച്ഛൻ മരിച്ച സങ്കടത്തിൽ അച്ഛന്റെ ഡെഡ് ബോഡിനെ ഉമ്മർത്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും പോസ്റ്റ്മാൻ ഈ കത്ത് രാമുവിന് കൊണ്ടു കൊടുക്കുക. പ്രിയ സുഹൃത്ത് രാമു, ഞാൻ നിന്റെ ഉച്ച സുഹൃത്ത് ബ്രൂട്ടോ. നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിന്റെ അച്ഛൻ മരിച്ചു പോയതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട്. നിനക്കറിയാമോ പൂന്തോട്ടത്തിൽ ഒരുപാട് വ്യത്യസ്തരമായിട്ടുള്ള പൂക്കൾ ഉണ്ടാവുമെന്ന്? പൂന്തോട്ടത്തിൽ വരുന്ന വർണ്ണശലഭങ്ങൾ എത്ര മനോഹരമായിരിക്കുമെന്ന്? അച്ഛൻ വെടികൊണ്ട് ചത്ത സങ്കടത്തിൽ അവിടേക്കൊന്നും പോവാതിരിക്കരുത്. സോറി രാമു, 150 വേർഡ് തികഞ്ഞില്ലെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടില്ല. ഫ്രം യുവർ ഉച്ച സുഹൃത്ത് ബ്രൂട്ടോ, ഫ്രം കുലമന്ദലം സ്ട്രീറ്റ്, പട്ടിക്കാട്, തിരുവനന്തപുരം. ഈ ലാംഗ്വേജ് എക്സാമിന് നോവലിസ്റ്റ് ആവുന്ന ഫ്രണ്ട്സ് നമ്മുടെ ഇടയിലുണ്ടാവും. എനിക്ക് തുളസി എന്ന് പറഞ്ഞ ഫ്രണ്ട്, അവള് മലയാളം എക്സാമിന് 20 എക്സ്റ്റേണൽ ഷീറ്റാണ് വാങ്ങി എഴുതിയിട്ടുള്ളത്. അവളെന്ത് മഹാഭാരതമാണോ അതിൽ എഴുതി കൂട്ടി അറിയില്ല. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അവൾക്ക് ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു മാർക്ക്. എന്നിട്ട് അവൾ ഫുൾ ടൈം ക്ലാസ്സിലിരുന്ന് കാര്യമായിരുന്നു. അത് എന്റെ അത്രയും കൂടി മാർക്ക് മേടിച്ചില്ല എന്ന് പറഞ്ഞ കാര്യം. എനിക്കറിയില്ല ഇവരുടെ പ്രഷർ എന്താണെന്ന്. ഈ പിയർ പ്രഷർ കാരണം ഒരു ദിവസം 20 സ്റ്റുഡൻസ് ഈ ലോകത്ത് ആത്മഹത്യ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഓരോ 90 മിനിറ്റിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ കാരണം അവരുടെ അച്ഛനമ്മ തന്നെയായിരിക്കും. കാരണം അവരുടെ അച്ഛനമ്മ ആ കുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് പഠിപ്പിൽ പൊട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ അവർ ജീവിതത്തിന് ഒരു ഫെയിലിയർ ആണ്. പക്ഷെ നമ്മൾ റിയാലിറ്റി നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് സക്സസ് ആയിട്ടുള്ള എല്ലാവരും ഒന്നുമില്ലെങ്കിൽ പഠിപ്പ് ഡ്രോപ്പ് ഔട്ട് ചെയ്തവരായിരിക്കും, അല്ലെങ്കിൽ പഠിക്കാത്തവർ. സോ ഒരു സിംഗിൾ സീറ്റ് ഓഫ് പേപ്പർ ഒരിക്കലും നിങ്ങളുടെ ജീവിതം ഡിസൈഡ് ചെയ്യില്ല. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും എക്സ്ട്രോർഡിനറി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഠിപ്പ് വെച്ച് വേറെ എന്തെങ്കിലും നിങ്ങൾ നോക്കേണ്ടി വരും. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ദൈവത്തിനെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ. മാപുരം